ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. അല്ലെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമ്പോൾ തമ്പനയിൽ കണ്ട പോലെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്താ സാറേ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ +1-ലായിരുന്നു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്? ഓഫ് കോഴ്സ്. സി, അപ്പൊ നമ്മൾ 3 L's ഓഫ് എംപവർമെന്റ് ഒന്നും നമുക്ക് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ ചോദ്യം. യു ഗെറ്റ് എ ചാൻസ് ടു മിസ് ക്രിസ്ത്യൻ ലഗാഡി. അല്ലെ, ക്രിസ്ത്യൻ ലഗാഡി നിങ്ങൾ കാണാൻ ചാൻസ് കിട്ടി അറ്റ് സ്റ്റേറ്റ് ലെവൽ വിമൻ എംപവർമെന്റ് പ്രോഗ്രാം. സ്റ്റേറ്റ് ലെവലിലുള്ള വിമൻ എംപവർമെന്റ് പ്രോഗ്രാമില് ക്രിസ്ത്യൻ ലഗാഡിനെ കാണാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു പറ ഒരവസരം കിട്ടി. മോട്ടിവേറ്റഡ് ആൻഡ് ഹൈലി ഇംപ്രസ്ഡ് ആൻഡ് ഹെർ സ്പീച്ച് 3 L's ഓഫ് എംപവർമെന്റ്. നിങ്ങൾ ഓൾറെഡി എന്താണ് ക്രിസ്ത്യൻ ലഗാഡിന്റെ ഈ സ്പീച്ച് കേട്ട് നിങ്ങൾ എല്ലാവരും മോട്ടിവേറ്റഡ് ആണല്ലോ? ആണ്. അതുകൊണ്ട് തന്നെ യു വിഷ് ടു ഇന്റർവ്യൂ, നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ദിസ് എമിനന്റ് പേഴ്സണാലിറ്റി, ഈ എമിനന്റ് പേഴ്സണാലിറ്റിനെ. സോ പ്രിപ്പയർ ആൻ ഇന്റർവ്യൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഇന്റർവ്യൂ നിങ്ങളോട് എന്ത് ചെയ്യണം, ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൽ ക്വസ്റ്റ്യൻ മാത്രം മതിയോ ആൻസർ വേണോ എന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം നോക്കണം. ഇവിടെ നമ്മൾ പ്രിപ്പയർ ആൻ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. റെഡി? സോ നോക്കിക്കോളൂ നിങ്ങൾ. മാം, എപ്പോഴും നമുക്ക് ആരോടാണെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ക്രിസ്ത്യൻ ലഗാഡി പെണ്ണായതുകൊണ്ട് വെൽക്കം ടു ദി ഇന്ററാക്ഷൻ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ക്യാൻ യു ടെൽ സംതിങ് അബൌട്ട് യുവർ സെൽഫ് ആൻഡ് യുവർ അച്ചീവ്മെന്റ്സ്. അല്ലെ, നിങ്ങൾക്ക് അല്ലെ ഇവിടെ യുവർ സെൽഫ് മാത്രം മതി, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് 2 വാക്ക് പറയാൻ പറ്റുമോ? അല്ലെ, ഇനി അച്ചീവ്മെന്റ് നടത്തിയിട്ടുള്ള ഒരാളാണെങ്കിലോ, ഇർഫാൻ ആലത്തിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെ ആളുകൾ ഉണ്ടാവില്ലേ, അവരെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അച്ചീവ്മെന്റിനെ കുറിച്ച് ചോദിക്കണം. ഇല്ലെങ്കിലോ ക്യാൻ യു പ്ലീസ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. ക്ലിയർ അല്ലേ മക്കളെ? ക്രിസ്ത്യൻ ലഗാഡി അച്ചീവ്മെന്റ് എന്നൊക്കെ വെച്ചാൽ ഒരുപാട് അച്ചീവ്മെന്റ് ഒക്കെ ക്രിസ്ത്യൻ ലഗാഡിന്റെ പ്രൊഫൈലിനെ കുറിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ എപ്പോഴും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെ കേട്ടോ. നെക്സ്റ്റ്, ഹൗ ഡു യു ഫേസ് ദ ചലഞ്ചസ് ഇൻ യുവർ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫ്? ഏതൊരു മനുഷ്യനോടും എപ്പോഴും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണെന്ത്, ഹൗ ഡു യു ഫേസ്, നിങ്ങൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് ദ ചലഞ്ചസ്, വെല്ലുവിളികളെ, ഇൻ യുവർ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫ്. നിങ്ങളെ പ്രൊഫഷണൽ ലൈഫിലുണ്ട്, അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫിലുള്ള നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ നിങ്ങൾ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? ക്ലിയർ. അടുത്തത്, ഡു യു ഹാവ് എനി മെസ്സേജ് ടു ഗീവ് യങ് ജനറേഷൻ? പുതിയ ജനറേഷന്, പുത്തൻ തലമുറക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് നൽകാനുണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട് അല്ലെ. എന്തെങ്കിലും ഒരു ജനറേഷന് അല്ലെ എന്തെങ്കിലും ഒരു മെസ്സേജ് എന്ത് ചെയ്യാണ്ടാവും, പുതിയ തലമുറക്ക് കൊടുക്കാനുണ്ടാവും. അത് പറഞ്ഞാൽ മതി, ആ ചോദ്യം ചോദിച്ചാൽ മതി. ആൻസർ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. നോക്കിക്കോളൂ. ഐ തിങ്ക് അടുത്ത ക്വസ്റ്റ്യൻ ആട്ടോ. ദ പീപ്പിൾ ലൈക്ക് യു ഹാവ് എ ലോട്ട് ഓഫ് സജഷൻസ്. നിങ്ങളെപ്പോലുള്ള അല്ലെ എമിനന്റ് പേഴ്സണാലിറ്റികൾക്ക് ഒരുപാട് സജഷൻസ് ഉണ്ടാവും. ടു മേക്ക് ചേഞ്ചസ് ഇൻ ദി സൊസൈറ്റി, സമൂഹത്തിലെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ. സി, സോ ടെൽ മീ, സോ അല്ലെങ്കിൽ സജസ്റ്റ് ഇറ്റ്, അല്ലെ, സജസ്റ്റ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞാണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സജസ്റ്റ് ഇറ്റ്. സോ സജസ്റ്റ് ഇറ്റ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് സജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചോദ്യം ചോദിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ പറയും എന്ത്, വിമൻ എംപവർമെന്റ് ആണ് നമ്മുടെ നാട്ടിൽ വേണ്ടിയത്. അതിനുകൊണ്ട് വിമിൻ എത്ര എൽസ് കൊടുക്കണം, 3 L's കൊടുക്കണം. ഏതൊക്കെയാണ് ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് എന്ന് പറയുന്ന ആ പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആയി. നോക്കൂ നിങ്ങൾ, അഡീഷണൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആട്ടോ. ഏത് ഇന്റർവ്യൂ ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ആരെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ചോദ്യം, അതുപോലെ ഹൗ ക്യാൻ യു റീച്ച് ഇൻ ദിസ് പൊസിഷൻ, നിങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിച്ചത്, ഹൗ ക്യാൻ യു റീച്ച് ഇൻ ദിസ് പൊസിഷൻ, ഈ ഒരു പൊസിഷനിൽ റീച്ച് ചെയ്യാൻ, എത്തിച്ചേരാൻ അല്ലെ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിച്ചത് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. അടുത്ത് വാട്ട് ആർ ദ ഒബ്സ്റ്റക്കിൾസ് യു ഫേസ്ഡ് ടു അച്ചീവ് ദിസ് പൊസിഷൻ? ഈ ഒരു പൊസിഷൻ നേടാൻ നിങ്ങൾ എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നേരിട്ടിട്ടുള്ളത്? ചോദിച്ചൂടെ? വെരി ഗുഡ്. അടുത്ത് നോക്കിക്കോളൂ. വാട്ട് വാസ് ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ലീഡ് യു ഇൻ ടു ദിസ് പ്ലാൻ? ഈ ഒരു പ്ലാനിലേക്ക് ഏതുപോലുള്ള ആളുകളെന്ന് വെച്ചാൽ ഇർഫാൻ ആലം എന്ന് പറയുന്ന ആളില്ലേ, ദിദി എന്ന് പറയുന്ന ആളില്ലേ, അവരെ പോലുള്ള ആളുകൾ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചോദിക്കാൻ പറ്റും, വാട്ട് വാസ് ഇൻസ്പിറേഷൻ, എന്തൊരു പ്രചോദനമാണ് നിങ്ങൾക്കുള്ളത്, ബിഹൈൻഡ് ലീഡ് യു ഇൻ ടു ദിസ് പ്ലാൻ? ഇങ്ങനെ ഒരു പ്ലാൻ അല്ലെ തിരഞ്ഞെടുക്കുന്നതിന്റെ പിറകിൽ എന്തൊരു മോട്ടിവേഷൻ ആണ് അല്ലെങ്കിൽ ഒരു പ്രചോദനമാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്? എപ്പോഴും ചോദിച്ചൂടെ? അപ്പൊ നിങ്ങൾ കാണാണ്ട് പഠിക്കുക, എപ്പോഴും +2 ചോദിക്കുന്ന കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കോളൂ. അതൊക്കെ ഇതിൽ ഏതെങ്കിലും 4 ചോദിച്ചാൽ മതി കേട്ടോ, നമുക്ക് 4 ഉണ്ടാവുള്ളൂ. ഞാൻ കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് തരാം കേട്ടോ. ഏതാണ് നിങ്ങളെ തലേക്ക് വരിക എന്ന് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അഡീഷണൽ ക്വസ്റ്റ്യൻസ് തരുന്നത്. നോക്കൂ, ഹൗ ഡു യു ഫേസ് ദി ചലഞ്ചസ്? അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ. അടുത്ത് വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ?
എന്താണ് നിങ്ങളുടെ ഭാവി പ്ലാൻ ചോദിച്ചൂടെ മക്കളെ? നെക്സ്റ്റ് നോക്കിക്കോളൂ. ഡു യു ഹാവ്, അത് നേരത്തെ പറഞ്ഞു. ഐ തിങ്ക് യു ഹാവ് ലോട്ട് ഓഫ് സജഷൻസ് പറയുന്നില്ലേ? ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് വളരെ സെറ്റ് ആയിട്ട് നമുക്ക് ഈ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് ഉണ്ടാവില്ലേ, സ്കോർ ചെയ്യാൻ പറ്റും. 4 മാർക്കിന് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വിത്ത് ആൻസർ ആണെങ്കിൽ ചിലപ്പോൾ 6 മാർക്കിന് ഉണ്ടാവും. ഇങ്ങനെ ഒരു 4 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? 4 മാർക്ക് ഷുവർ ആണ്. സോ ബി ഷുവർ ഇൻ യുവർ 4 മാർക്ക് കേട്ടോ. താങ്ക് യു വെരി മച്ച്. ബൈ.